ഈ പെൺകുട്ടി വിചിത്രമായ ഒരു ബെഡ്ജിൽ തൊട്ടയിട്ടൻ അവൾ പെട്ടെന്ന് അവസാനമില്ലാത്ത ഒരു സ്വർണ്ണ ഗോതമ്പ പാടത്ത് എത്തിപ്പെട്ടു. ബെഡ്ജിൽ നിന്ന് കൈയെടുത്തപ്പോൾ അവൾ തിരികെ പോലീസ് സ്റ്റേഷനിലെത്തി. ധൈര്യം സംഭരിച്ച് വീണ്ടും ആ ബെഡ്ജിൽ പിടിച്ചപ്പോൾ മുൻപത്തെ പോലെ തന്നെ അവൾ അതേ പാടത്ത് തിരിച്ചെത്തി. ആ പാടത്തിന്റെ ഒരു മൂലയിൽ മനോഹരമായി തിളങ്ങുന്ന ഒരു നഗരം അവൾ കണ്ടു. കൗതുകത്തോടെ അവൾ അതിനടുത്തേക്ക് നടന്നു തുടങ്ങി. എന്നാൽ കുറച്ചു ദൂരം ചെന്നപ്പോൾ കാണാൻ കഴിയാത്ത ഒരു മതിലിൽ ഇടിച്ചതുപോലെ അവൾ നിന്നു. അപ്പോൾ തന്നെ നീണ്ട മുടിയുള്ള ഒരാൾ ആ ബാഡ്ജ് തട്ടിയെടുക്കാൻ ശ്രമിച്ചു. പക്ഷേ ആ പെൺകുട്ടി ഉടനെ അല്ലിവിളിച്ച് അയാളെ തടഞ്ഞു. അവൾ ആ ബാഡ്ജ് ഒരു ച്യൂവിംഗം കവറിൽ പൊതിഞ്ഞ് പോക്കറ്റിലിട്ടു. വീട്ടിലേക്കുള്ള വഴിയിൽ കേസി എന്ന ആ പെൺകുട്ടി അവളുടെ അച്ഛനോട് പറഞ്ഞു, എപ്പോഴൊക്കെ ആ ബാഡ്ജ് തന്റെ തൊലിയിൽ സ്പർശിക്കുന്നുവോ അപ്പോഴൊക്കെ അവൾ ആ വിചിത്രമായ പാടത്ത് എത്തുന്നുണ്ടെന്ന്. അവൾ അച്ഛനോട് കാർ നിർത്തി സ്വയം ഒന്ന് പരീക്ഷിക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷേ അച്ഛൻ ആ ബെഡ്ജിൽ തൊട്ടപ്പോൾ ഒന്നും സംഭവിച്ചില്ല. കേസി വീണ്ടും പരീക്ഷിച്ചപ്പോൾ അവൾ വായുവിൽ പൊങ്ങിക്കിടക്കുകയായിരുന്നു. അത് അവളുടെ തോന്നൽ മാത്രമാണെന്ന് അച്ഛൻ കരുതി ആ ബാഡ്ജ് തന്റെ ജാക്കറ്റിലിട്ടു. അന്ന് രാത്രി അച്ഛൻ ഉറങ്ങിക്കിടക്കുമ്പോൾ കേസി ശബ്ദമുണ്ടാക്കാതെ ആ ബാഡ്ജ് പുറത്തെടുത്തു. അവൾ വീണ്ടും ആ ഗോതമ്പ പാടത്തെത്തി നഗരത്തെ ലക്ഷ്യമാക്കി നടന്നു തുടങ്ങി. ഈ തവണ വേഗം പോക്കാനായി അവൾ തന്റെ സൈക്കിളും കൂട്ടിയെടുത്തു. ഏത് ദിശയിലേക്കാണ് പോകേണ്ടതെന്ന് മനസ്സിലാക്കി അവൾ യാത്ര തുടർന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ തുറസ്സായ ഒരു സ്ഥലത്തെത്തി. വീണ്ടും ആ ബെഡ്ജിൽ തൊട്ടപ്പോൾ പെട്ടെന്ന് തന്നെ അവൾ ആ അദ്ഭുത നഗരത്തിനകത്ത് എത്തി. ആകാശത്ത് ഒഴുകിനടക്കുന്ന സീറോ ഗ്രാവിറ്റി സ്വിമ്മിംഗ് പൂളുകളുള്ള ഉയരമുള്ള കെട്ടിടങ്ങളോട് കൂടിയ ഒരു നഗരമായിരുന്നു അത്. ആളുകൾ ജെറ്റ്പാക്കുകളിൽ പറന്നു നടക്കുന്നുണ്ടായിരുന്നു. സ്പേസ് ഷിപ്പുകൾ 20 പ്രകാശവർഷം വേഗതയിൽ സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. കേസി ആ കപ്പലുകളിലൊന്നിൽ കയറാൻ തുടങ്ങിയപ്പോൾ തന്നെ അവളുടെ ശരീരത്തിന് വലിയ ഭാരം അനുഭവപ്പെടുകയും അടുത്ത നിമിഷം അവൾ തിരികെ യഥാർത്ഥ ലോകത്തേക്ക് എത്തുകയും ചെയ്തു. ആ ബെഡ്ജിന്റെ സത്യാവസ്ഥ അറിയാൻ കേസിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ച് അവൾ അതിനെക്കുറിച്ച് ഗവേഷണം നടത്തി. തന്റെ കയ്യിലുള്ളതുപോലത്തെ ബെഡ്ജുകൾ വാങ്ങുന്ന ഒരു പുരാവസ്തു കടയെപ്പറ്റി അവൾ കണ്ടെത്തി. നേരം വെളുത്തപ്പോൾ തന്നെ അവൾ ആ കടയിലേക്ക് പോയി. പക്ഷേ ആ ബാഡ്ജ് കണ്ട മാത്രയിൽ കടയുടമകളായ ആ ദമ്പതികളുടെ മുഖഭാവം മാറി. ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് അവർ വേഗം അവളോട് ചോദിക്കാൻ തുടങ്ങി. എന്തോ കുഴപ്പമുണ്ടെന്ന് കേസിക്ക് മനസ്സിലായി. അവൾ ആ ബെഡ്ജുമെടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ ആ കടക്കാർ രണ്ടുപേരും കൗണ്ടറിന്റെ അടിയിൽ നിന്ന് ലേസർ തോക്കുകൾ പുറത്തെടുത്ത് സത്യം പറഞ്ഞില്ലെങ്കിൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. അവരിലൊരാൾ മേൽക്കൂരയിലേക്ക് വെടിവെക്കുകയും ചെയ്തു. ഒരവസരം കിട്ടിയപ്പോൾ കേസി അവിടെ നിന്നും ഓടി. കടക്കാരിയായ സ്ത്രീ അവളുടെ നേർക്ക് വെടിവെച്ചു. പക്ഷേ കേസി തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. അവൾ ആ കടയ്ക്കുള്ളിൽ തന്നെ ഒളിച്ച് ഒരു മൂലയിലേക്ക് വീണുപോയി. ഇനി എങ്ങനെ പുറത്തു കടക്കുമെന്ന് അവൾക്ക് ഒരു പിടിയുമില്ലായിരുന്നു.